So we can move. Okay. Please. Sir. Anyone here? Yes. Oh. 4 people. Yes, sir. Okay. എന്താ പേരെന്താ? രാധാകൃഷ്ണൻ എന്നാ സാർ. എത്ര നാളായി ഇവിടെ? കുറച്ച് കാലമായി സാർ. എൻ്റെ അസുഖമൊക്കെ ഓർമ്മയുണ്ടോ? ആ ഇവിടെ പ്രോബ്ലംസ് ഒന്നുമില്ലല്ലോ അല്ലേ? ഒന്നുമില്ല സർ. ബി ഹാപ്പി. സാറേ, സാറിന് എന്നെ ഓർമ്മയുണ്ടോ? സാറിന് ഓർമ്മ കാണില്ല. എൻ്റെ അപ്പീൽ വന്നത് സാറിൻ്റെ കോട്ടിലായിരുന്നു. അന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞു ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ലെന്ന്. 16 വർഷം 16 വർഷം എന്റെ മക്കളെ പിടിച്ച് ഞാൻ ആണയിടാം. ഞാൻ ആ കുറ്റം ചെയ്തിട്ടില്ല. സാറിന്റെ മുമ്പിൽ വന്നത് എനിക്കെതിരെയുള്ള തെളിവുകളായിരുന്നല്ലോ. So the date is confirmed. Hello? Hello? Are you sleeping? आप कैसे हैं? How are you? Are you okay? What happened to you? You seem sick. Medicines मिलता है here. Doctors भी? मुझे जीना है सर, मुझे जीना है. आपने गलती किया है ना? I cannot help you. I am sorry. सर, सर, सर. So, when is your retirement? You're enjoying the life here. സാബ്, മുളക് ബജി തീരെ ശരിയായിട്ടില്ല. അല്ലെങ്കിലും ഇവിടുത്തെ വെപ്പുകാർ ശരിയില്ല. പിന്നെ ഇതൊന്നും ഇപ്പം ആരും കഴിക്കില്ല. എടോ, മോള് ലീവിന് നാട്ടിൽ വരുമ്പോൾ മുളക് ബജി ഉണ്ടാക്കും. അപ്പോൾ ആൻറ്റിസിപ്പേറ്ററി പേരെടുക്കും. ഡൽഹിയിൽ മിലിറ്ററി ക്വാർട്ടേഴ്സിൽ താനുണ്ടാക്കുന്ന മുളക് ബജിയായിട്ട് കമ്പയർ ചെയ്തിരുന്നു. എടോ, ഡൽഹിയിലെ ആ കാലം പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ മനസ്സിലേക്ക് തികട്ടി വരുന്ന ഈ നൊസ്റ്റാൾജികൾ മാത്രമാണ് സമ്പാദ്യം. സത്യത്തിൽ ഈ ജീവിതം, ജോലി, സർവീസ് ഇതൊക്കെ എത്ര പരാജയമാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? ഇന്ന് അയാളുടെ മുമ്പിൽ നിന്നപ്പോൾ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. സത്യത്തിൽ
അയാൾ അപരാധിയാണോ നിരപരാധിയാണോ എന്ന് ഇന്നും എനിക്കറിയില്ല. എൻ്റെ മുന്നിൽ വന്ന തെളിവുകൾ മാത്രമാണ് ഞാൻ പരിഗണിച്ചത്. നിങ്ങളെപ്പോലുള്ളവർ അന്വേഷിച്ച് ഒരുക്കിത്തരുന്ന തെളിവുകൾ അത് വിശ്വസിക്കുകയല്ലാതെ ഞങ്ങൾ ജഡ്ജിമാർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പ്രതിക്കൂട്ടി കൈകുപ്പി നിൽക്കുന്ന ഓരോ മനുഷ്യനും നിരപരാധിയായിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും. എന്നാൽ പ്രതിക്കൂട്ടിലെ ഓരോരുത്തരും നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ ഉറപ്പുവരുത്താനാ നിങ്ങൾ ശ്രമിക്കുക. പിഴച്ചു പോകുന്ന വിധിന്യായങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകാൻ ഒരു കോടതിക്കും ആവില്ലടോ. എത്ര കോടികൾ നൽകിയാലും. ഒഴിക്കടോ. നീതിയുടെയും നിയമത്തിൻ്റെയും വലിയ ആഘോഷമായിട്ടിന്ന് രാജ്യം കാണുന്ന പെൺകുട്ടിയുണ്ടല്ലോ, അവളെ ഞാൻ കണ്ടു. അവളുടെ ദുഃഖം ഞാൻ എവിടെയാണോ രേഖപ്പെടുത്തുക? എന്നെപ്പോലെ ആരൊക്കെയോ അവളെ വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു. മരണത്തോടടുത്ത് നിൽക്കുന്ന ഈ വൃദ്ധൻ്റെ മുന്നിൽ ആ കൊച്ചു പെൺകുട്ടി ഇത്തിരി കൂടി ജീവൻ നീട്ടിത്തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താടോ ചെയ്യുക? ബട്ട് സാർ, രാജ്യം നിലനിൽക്കുന്നത് നിയമങ്ങളിലാണ്. നാഷൻ കാൻ ഗോ എഹെഡ് വിത്ത് ഇമോഷൻസ്. രോഗിയോട് ഡോക്ടർക്ക് കരുണ തോന്നാം, പക്ഷേ കുറ്റവാളിയോട് ഭരണകൂടത്തിന് അങ്ങനെ തോന്നാൻ പറ്റുമോ? ആ കൊച്ചിന് രക്ഷപ്പെടാൻ ഒരു വഴിയില്ല സാർ. നോ, വധശിക്ഷയ്ക്ക് തീർപ്പ് വന്നാൽ ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടുക അല്ലാതെ വേറൊരു വഴിയുമില്ല. നിയമം കർശനമാണ്. ആ കാർക്കശ്യമാണ് ഇന്ന് അവളുടെ മുമ്പിൽ എന്നെ നിസ്സഹായനാക്കിയത്. ഒരു നിമിഷം ഞാൻ ആശിച്ചുപോയി, അവളുടെ ഉള്ളിൽ മറ്റൊരു ജീവൻ്റെ തുടിപ്പുണ്ടായിരുന്നെങ്കിലെന്ന്. എല്ലാ കോടതികളിലും കുറ്റം തെളിയിക്കപ്പെട്ട് എല്ലാ യാചനകളും തിരസ്കരിക്കപ്പെട്ട് വധശിക്ഷ നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പുരുഷന് വേറെ യാതൊരു വഴിയുമില്ല. പക്ഷേ അത്തരം സാഹചര്യത്തിലുള്ള സ്ത്രീക്ക് രക്ഷപ്പെടാൻ നിയമം കനിഞ്ഞു നൽകിയ ഒരു ഔദാര്യം ഉണ്ടോ? അവളുടെ ഉദരത്തിൽ ഒരു തുടിപ്പുണ്ടെങ്കിൽ, മറ്റൊരു ജീവനുണ്ടെങ്കിൽ നിയമം അവളുടെ ജീവിതം നീട്ടിക്കൊടുക്കും. അതവൾക്കറിയോ? ഡിഡ് യു ടെൽ ഹർ? बचाओ सर, 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 मुझे बचाओ सर. You stay here. I'll be back. Where are you going, man? Hey!
What happened?